ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് പയറുപ്പേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിലാണ് ഇന്ന് പയറുപ്പേരി തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പയർ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.5 കപ്പ് പയറൊക്കെ അരിഞ്ഞതുണ്ടാവും കേട്ടോ. ഇനി ഇത് വേവാനായിട്ട് ഒരു 1/2 കപ്പ് വെള്ളം മാത്രം മതി. കുറച്ച് വെള്ളത്തിൽ നമ്മളെ ഈ പയർ വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേവും പയർ. നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെയും വേവിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പയർ ഒന്നുകൂടി ഒന്ന് വെന്ത പോണം എനിക്ക് തോന്നാറുണ്ട്. അല്ലാതെ വെളിച്ചെണ്ണയിൽ നമ്മളിങ്ങനെ വാട്ടുമ്പോൾ കുറച്ചൊരു പണിയാണ് വേവാനെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം നമ്മുടെ പയറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിട്ടെടുക്കാം. അതിനായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. പച്ചമുളകൊക്കെ ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് പയറുപ്പേരിക്ക്. അപ്പോൾ പച്ചമുളകൊക്കെ അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പയറുപ്പേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള പയറുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്.